ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് വരാൻ പോകുന്നൊരു അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. അതായത് അജയുടെയും അതുപോലെ തന്നെ ഭൂമിയുടെയും വിവാഹശേഷമുള്ള ഒരു എപ്പിസോഡാണ് കേട്ടോ. അപ്പോൾ അജയ് ആണെങ്കിൽ ഭൂമിയെ വിവാഹം കഴിക്കുന്നത് ആരും തന്നെ അറിയില്ല കേട്ടോ. അഞ്ജനേനെ വിവാഹം കഴിക്കാനായിട്ട് എല്ലാ ഒരുക്കങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞതിന് ശേഷം അജയ് ആണെങ്കിൽ മുഖം മറച്ചായിരിക്കും നമ്മുടെ ഭൂമിയെ കൊണ്ടുവരുന്നത്. അങ്ങനെ അജയ്ക്കും ഭൂമിക്കും മാത്രമേ അറിയുള്ളായിരിക്കും കേട്ടോ. അങ്ങനെ അഞ്ജനയുടെ സ്ഥാനത്ത് മുഖം മറച്ച് ഭൂമിയായിരിക്കും മണ്ഡപത്തിലേക്ക് കയറുക. അങ്ങനെ താലി ചാർത്തായിരിക്കും കേട്ടോ. അങ്ങനെ താലി ചാർത്തിയതിന് ശേഷമായിരിക്കും നമ്മുടെ അജയ് ആ മുഖം മറച്ചിരിക്കുന്ന ആ ഒരു വസ്ത്രം മാറ്റുമ്പോഴായിരിക്കും സൗഭാഗ്യമംഗലത്തുള്ളതും അതുപോലെ തന്നെ എല്ലാവരും, അതായത് വിവാഹത്തിന് പങ്കെടുത്ത എല്ലാവരും ആ ഒരു സത്യം മനസ്സിലാക്കുന്നത്. വിവാഹ പെണ്ണ് അല്ലെങ്കിൽ കല്യാണ പെണ്ണ് അഞ്ജനയല്ല, ഭൂമിജയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത് കേട്ടോ. അങ്ങനെ എല്ലാവരും ആ ഒരു ഞെട്ടലോടെ ഇരിക്കുകയാണ്. അങ്ങനെ മുത്തശ്ശിക്കും നമ്മുടെ സത്യനും എല്ലാവർക്കും തന്നെ ഭൂമി ഒരുപാട് ഇഷ്ടമായിരിക്കും. ഭൂമിയുടെ ഒരു ക്യാരക്ടറും ഭൂമി എന്ന പെൺകുട്ടീനെ അവർക്ക് വളരെ ഇഷ്ടമായിരിക്കും. പക്ഷേ ഈ ഒരു വിവാഹത്തോടു കൂടി തന്നെ എല്ലാവരും ഭൂമിക്ക് എതിരാവുകയാണ് കേട്ടോ. ഭൂമിയിൽ നിന്നും എല്ലാവരും തെന്നി മാറുകയാണ്. അങ്ങനെ ഭൂമിയെ എല്ലാവരും വെറുപ്പോടുകൂടി നോക്കുന്ന ആ ഒരു സാഹചര്യത്തിലേക്കായിരിക്കും കേട്ടോ കഥ എത്തുന്നത്. അങ്ങനെ ഭൂമി വീട്ടിലേക്ക് വന്നതിന് ശേഷം ആരും തന്നെ ഭൂമിക്കൊരു സപ്പോർട്ടോ സ്നേഹമോ ഒന്നും തന്നെ കൊടുക്കുന്നില്ലായിരിക്കും കേട്ടോ. കാരണം ഭൂമി എല്ലാവരെയും പറ്റിച്ചുകൊണ്ട് വിവാഹം കഴിച്ചത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഭൂമിയോട് ഒരു അറപ്പും വെറുപ്പും ഒക്കെ തോന്നുകയാണ്. പക്ഷെ അവിടെയും താങ്ങും തണലുമായിട്ട് നിൽക്കുന്നത് നമ്മുടെ അജയുടെ അച്ഛനും അമ്മയും മാത്രമായിരിക്കും കേട്ടോ. അജയുടെ അമ്മയ്ക്ക് ഭൂമിനെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അഞ്ജനയുടെ സ്വഭാവം വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഭൂമിയെ ഒരുപാട് ഇഷ്ടമായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ തൻ്റെ മകൻ സ്നേഹിച്ച് വിവാഹം കഴിച്ചുകൊണ്ട് വന്നതുകൊണ്ട് തന്നെ ആ അമ്മയ്ക്ക് ഒന്നും പറയാനാവില്ല. അങ്ങനെ ഭൂമിയെ സ്നേഹിക്കുന്നുണ്ട് കേട്ടോ. ഭൂമിക്ക് ഒരു സപ്പോർട്ട് നൽകുന്നത് നമ്മുടെ അജയുടെ അമ്മ മാത്രമായിരിക്കും കേട്ടോ. അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഭവാനി ആണെങ്കിലും നല്ല എരിപിരി കയറ്റി കൊടുക്കുന്നുണ്ടോ മുത്തശ്ശിക്ക്. അങ്ങനെ ഭൂമിയോട് നല്ല പോര് തന്നെ എടുക്കുകയാണ് മുത്തശ്ശിയും എല്ലാവരും കൂടെ ചേർന്നിട്ട്. ആ ഒരു സമയത്ത് ഭവാനി ആണെങ്കിലും ഒരുപാട് ചൂഷണം ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ അവിടെയൊക്കെ തന്നെ നമ്മുടെ അജയ് ഭൂമിയെ ചേർത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ. ഭൂമിക്കൊരു താങ്ങും തണലുമായിട്ട് നിൽക്കുന്നുണ്ട്. ഭൂമിയെ പാചകം ചെയ്യാൻ പോവുകയാണെങ്കിൽ അവിടെയാണെങ്കിലും ഒക്കെ തന്നെ നമ്മുടെ മുത്തശ്ശി ആണെങ്കിലും ഭൂമിനെ ഒരുപാട് ശകാരിക്കുകയും ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭൂമി ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും കുറ്റം കണ്ടുപിടിക്കുക തന്നെ ചെയ്യാൻ കേട്ടോ. അങ്ങനെ ഭൂമിയെ ശരിക്കും ഒരു വേലക്കാരിയായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാൻ കേട്ടോ. ഈ ഒരു സംഭവത്തോടു കൂടി തന്നെ സത്യനും ഭൂമിയെ വെറുക്കാണ് കേട്ടോ. സത്യൻ്റെ മനസ്സിൽ ഭൂമിക്ക് അഭിരാമിയോളം ഒരു സ്ഥാനമുണ്ടായിരുന്നു. ആ സ്ഥാനമൊക്കെ മാറ്റുകയാണ് കേട്ടോ സത്യൻ. അപ്പോൾ സത്യൻ തന്നെ ഭൂമിയോട് പറയുന്നുണ്ട്, എൻ്റെ മനസ്സിൽ തന്നെ ഞാൻ എൻ്റെ അഭിരാമി മോളെ പോലെയായിരുന്നു കാത്തു സൂക്ഷിച്ചു വെച്ചിരുന്നത്. തന്നെ എനിക്ക് അത്രമാത്രം ഇഷ്ടമായിരുന്നു. തന്നെ എൻ്റെ മകളെ പോലെയല്ല, മകളായിട്ടാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇനി അങ്ങനെയല്ല, ഇതുപോലെ ചതിച്ചും കള്ളത്തരം കാണിച്ചുമല്ല ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കേണ്ടത്. വിവാഹ ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരു പവിത്രമായ ബന്ധമാണ് എന്നൊക്കെ പറഞ്ഞ് സത്യനാണെങ്കിൽ പോലും നമ്മുടെ ഭൂമിയെ വെറുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭൂമി ആകെ ധർമ്മസങ്കടത്തിലായിരിക്കും കേട്ടോ. ഇതേ സമയത്ത് ഭൂമിയുടെ സങ്കടം കണ്ടിട്ട് നമ്മുടെ അജയ് പറയുന്നുണ്ട്, സാരയില്ലടോ, എല്ലാം പതിയെ മാറിക്കോളും. ഇപ്പം ഈ ഒരു ടെൻഷനിലും പിന്നെ എല്ലാവരും ഒട്ടും അക്സെപ്റ്റ് ചെയ്യുന്നില്ലല്ലോ, അതിൻ്റേതായ വിഷയങ്ങളൊക്കെ ആയിരിക്കും, താൻ സങ്കടപ്പെടാതെ എല്ലാം മാറിക്കോളും എന്ന് പറഞ്ഞ് ഒരു ഇത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഭൂമിക്ക്. പക്ഷേ ഭൂമിക്ക് ആകെ പ്രയാസമാകുകയാണ് കേട്ടോ. കാരണം എല്ലാവർക്കും ഭൂമി ഒരുപാട് ഇഷ്ടമായിരുന്നല്ലോ. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എല്ലാവരും തന്നിൽ നിന്ന് അകന്നു പോയപ്പോൾ ഭൂമിക്ക് അത് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വല്ലാതെ പ്രയാസമാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭൂമിയുടെ ഏറ്റവും വലിയ ആവശ്യമാണ് ഭൂമിയുടെ അമ്മീനെ പുറത്തു കൊണ്ടുവരിക. അതുപോലെ തന്നെ ഭൂമിയുടെ അച്ഛൻ്റെ മരണത്തിന് പിന്നിലുള്ള യഥാർത്ഥ കൊലയാളിയെ പിടിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സഹായഹസ്തത്തിന് വേണ്ടിയിട്ടായിരിക്കും കേട്ടോ ഭൂമി ഈ ഒരു എഗ്രിമെൻറ്റ് വിവാഹത്തിന് തന്നെ സമ്മതിക്കുന്നത്. അങ്ങനെ ഭൂമി അത് അജയോട് പറയുന്നുണ്ട്, ഇതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ എഗ്രിമെൻറ്റ് വിവാഹത്തിന് സമ്മതിച്ചത്. പക്ഷേ എല്ലാവരും എന്നെ വെറുക്കാനൊരു കാരണമായല്ലോ, ഇപ്പോൾ തോന്നിയതൊന്നും വേണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അജയ് പറയുന്നുണ്ട്, അങ്ങനെയൊന്നും കരുതണ്ടോ, എല്ലാം അതിൻ്റെ വഴിക്ക് പോട്ടെ. ഇപ്പോൾ ആ ഒരു ചൂടിലങ്ങ് എല്ലാവരും പറയുന്നത് എല്ലാവരും തൻ്റെ വഴിക്ക് വന്നോളും, താൻ സങ്കടപ്പെടേണ്ട, താൻ വിഷമിക്കേണ്ട, തൻ്റെ ആ ഒരു ചുറുചുറുപ്പും ആ ഒരു ഇതൊക്കെ ഇവിടെ എടുത്താൽ മതി, എല്ലാവരും തൻ്റെ വഴിക്ക് വന്നോളും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭവാനി ആണെങ്കിൽ വന്നിട്ട് ഭൂമിയോട് പറയുന്നുണ്ട്, നീ എന്താ കരുതിയത്, ഇവിടെ മഹാറാണിയെ പോലെ വാഴാമെന്നോ, ഒരു കൊലയാളിയുടെ മോളാ നീ എന്നുള്ള കാര്യം ഓർത്തോണം. നിനക്ക് ഇവിടെ സ്ഥാനമില്ല, നീ നോക്കിക്കോ, അധികം വൈകാതെ തന്നെ നിന്നെ ഇവിടുന്ന് പടി ഇറക്കി പിണ്ടം വയ്ക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും
ചെയ്തോളാം. നീ ഇപ്പോൾ അണിഞ്ഞൊരുങ്ങി ഈ സിംഹാസനത്തിൽ ഇരിക്കുന്നത് എൻ്റെ മകളിരിക്കേണ്ട സിംഹാസനത്തിൽ നീ വലിഞ്ഞു കയറിയിരിക്കുന്നത്. ആ സ്ഥാനം എൻ്റെ മകൾക്ക് മാത്രമുള്ളതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ മകൾ മാത്രമേ അവിടെ പ്രതിഷ്ഠിക്കാൻ ഞാൻ സമ്മതിക്കുകയുള്ളൂ. നിന്നെ എത്രയും പെട്ടെന്ന് നിന്നെ ഇവിടുന്ന് പടിയിറക്കി പിണ്ടം വയ്ക്കുക, അതിൻ്റെ ഏറ്റവും വലിയ ആവശ്യമാണ് എന്നൊക്കെ പറയാൻ കേട്ടോ. ഇതൊക്കെ കേട്ടോ ഭൂമിക്ക് ആകെ സങ്കടവും പ്രയാസവും ഒക്കെ ആകുന്നുണ്ട്. അങ്ങനെ 2-3 പ്രാവശ്യം വന്ന് ഭവാനി ഓരോന്നൊക്കെ പറയുമ്പോൾ പിന്നെ അവസാനം ഭൂമി പറയുന്നുണ്ട്, ഞാൻ അജയ് താലി ചാർത്തിക്കൊണ്ട് വന്നതാണ് എന്നെ, അല്ലാതെ ഞാൻ വലിഞ്ഞു കയറി വന്നതല്ല. നിങ്ങളുടെ മകൾക്ക് അത്രയ്ക്ക് മിടുക്കുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ മകളെ അജയ് കെട്ടിയേനെ. പക്ഷേ അവളെ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ലേ എന്നെ വിവാഹം കഴിച്ചത്. ഇനി എൻ്റെ പിന്നാലെ നടക്കണ്ട, ഞാൻ ഇവിടെ തന്നെ ജീവിക്കും. എൻ്റെ മരണം വരെ എൻ്റെ ഭർത്താവ് അജയ് മാത്രമായിരിക്കും. അത് ആരൊക്കെ വിചാരിച്ചാലും അത് മാറ്റാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഭവാനിനെ വെല്ലുവിളിച്ചിട്ടായിരിക്കും കേട്ടോ നമ്മുടെ ഭൂമിച്ച പോകുന്നത്. ഇതൊക്കെ കേട്ടിട്ട് ദേഷ്യം അടക്കാനാവാതെ നമ്മുടെ ഭവാനി നിൽക്കാൻ കേട്ടോ. ഭവാനി കമാലിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അന്ന് അച്യുതനെ തീർത്തതിന് പകരം ഇവളെയായിരുന്നു തീർക്കേണ്ടത്. എന്നാൽ എല്ലാം ശുഭമായിട്ട് അവസാനിച്ചതിന് ഇന്ന് അവളിരിക്കേണ്ട സ്ഥാനത്ത് എൻ്റെ മകൾ ഇരുന്നേനെ എന്നൊക്കെ പറയാനുണ്ട്. അങ്ങനെ അച്യുതനെ നമ്മുടെ കമാലിനെ ശകാരിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് കമാൽ പറയുന്നുണ്ട്, മേഡം ഒരു വാക്ക് പറഞ്ഞാൽ മതി, എത്രയും പെട്ടെന്ന് അവളുടെ കാര്യത്തിലും ഒരു തീരുമാനം ഞാൻ ആക്കിയേക്കാം. അവിടെ അച്ഛൻ്റെ അടുക്കിലേക്ക് തന്നെ അവളെ പറഞ്ഞു വിടാം മേഡം എന്നൊക്കെ പറയുമ്പോൾ ഭവാനി പറയുന്നുണ്ട്, വേണ്ട, ഇനി അടുത്തൊന്നും വേണ്ട. കാരണം ഈ അച്യുതൻ്റെ കേസ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു ചെറിയ തുമ്പിന് വേണ്ടിയിട്ട് പാഞ്ഞു നടക്കുകയാണ് അജയ്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഭൂമിയെ തൊട്ടാൽ അജയ് അത് വെറുതെ ഇരിക്കുമെന്ന് തോന്നണ്ട. അതുകൊണ്ട് ഇപ്പം നമ്മൾ ഭൂമിച്ചനെ വെറുതെ വിടുന്നതായിരിക്കും നല്ലത്. ഇനി അവളുടെ പിന്നാലെ പോയിട്ട് കാര്യമില്ല, അവൾ എത്രത്തോളം പോകുമെന്ന് നമുക്ക് കണ്ടറിയാം എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ഭൂമിയുടെ പെരുമാറ്റത്തിലും ഭൂമിയുടെ ആ ഒരു വരവിലും ഒക്കെ ചെറിയ ഭയം തോന്നുന്നുണ്ട് കേട്ടോ നമ്മുടെ ഭവാനിക്ക്. ഭവാനി ആകുന്ന പരിശ്രമിക്കുന്നുണ്ട് മുത്തശ്ശിയെ കൊണ്ട് എങ്ങനെയെങ്കിലും ഭൂമിയെ അടിച്ചിറക്കാൻ. പക്ഷെ അതൊന്നും നടക്കുന്നില്ല കേട്ടോ. മുത്തശ്ശി എന്തൊക്കെ പറഞ്ഞാലും അജയ് പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് മുത്തശ്ശിക്ക് ഒന്നും പറയാൻ കഴിയുന്നില്ല. അങ്ങനെ മുത്തശ്ശി തന്നെ അജയോട് വന്ന് സംസാരിക്കുന്നുണ്ട്, ഈ ബന്ധം നമുക്ക് വേണോ? ഇങ്ങനൊരു കുട്ടിയെ അല്ല ഞാൻ പ്രതീക്ഷിച്ചത്. എന്തായാലും ഇങ്ങനൊരു വിവാഹം കഴിച്ച് ഈ കുടുംബത്തിലേക്ക് വന്ന് ഈ കുടുംബത്തിൻ്റെ അന്തസ്സ് കളഞ്ഞില്ലേ, ഞാൻ സമ്മതിക്കില്ല. അതൊന്നും എനിക്ക് ഭൂമിയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷേ അവൾ ഇത്രമാത്രം ഫ്രോഡാണെന്ന് ഞാൻ കരുതില്ല. ഇങ്ങനെയാണോ ഒരു പവിത്രമായ വിവാഹബന്ധത്തിലേക്ക് കടക്കേണ്ടത്? അഞ്ജനയുടെ കാര്യം നിങ്ങൾ ഓർത്തോ? അഞ്ജനയുടെ മനസ്സ് എത്രമാത്രം വിഷമിച്ച് കാണും. അഞ്ജന അണിഞ്ഞൊരുങ്ങി മണ്ഡപത്തിലേക്ക് വന്നതല്ലേ എന്നൊക്കെ പറയാൻ കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് അജയ് പറയുന്നുണ്ട്, എൻ്റെ മുത്തശ്ശി ഇതൊക്കെ ഒട്ടും എൻ്റെ താല്പര്യമില്ലാതെ നടന്ന കാര്യങ്ങളല്ലേ. അഞ്ജലിനെ ഞാൻ വിവാഹം കഴിച്ച് ജീവിതകാലം മുഴുവൻ ഒരു സന്തോഷമില്ലാതെ ഒരു സമാധാനമില്ലാതെ ജീവിക്കുന്നതിലും എത്രയോ നല്ലതാണ് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുടെ കൂടത്തിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്നത്. അങ്ങനൊരു ജീവിതം ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം അത്രയും മതിയുള്ളൂ. പക്ഷേ ആത്മസംതൃപ്തിയോടെ നമുക്ക് മരിക്കാമല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് മുത്തശ്ശിക്കും വിഷമമാവുന്നുണ്ട്. അജയുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിലും മുത്തശ്ശി തൻ്റെ കൊച്ചുമകൻ്റെ കല്യാണം ആർഭാടമായി അതുപോലെ നടത്തണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ട് എല്ലാം കുളമായ ആ ഒരു വിഷമത്തിലിരിക്കുകയായിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ മുത്തശ്ശിക്ക് ഒന്നും പറയാനും വയ്യ. അതുപോലെ തന്നെ ഭവാനി വന്ന് എരിപിരി കയറ്റുകയും കൂടി ചെയ്യുമ്പോഴേക്കും മുത്തശ്ശിക്ക് ആ ഒരു ദേഷ്യം അങ്ങ് കൂടുകയാണ് കേട്ടോ. ഇതിനിടയ്ക്ക് ഒരു ആത്മഹത്യാ നാടകം കൂടി അഞ്ജന കളിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ആത്മഹത്യാ നാടകത്തോടു കൂടി തന്നെ മുത്തശ്ശിക്കും സത്യനും ഒക്കെ നമ്മുടെ ഭൂമിയോട് വെറുപ്പാകുകയാണ് കേട്ടോ. കാരണം അഞ്ജന തൻ്റെ ജീവൻ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഭൂമിയുടെ വരവ് കൊണ്ടാണ്. അപ്പോൾ ഭൂമിയാണ് അതിന് കാരണം എന്ന് പറഞ്ഞിട്ടായിരിക്കും കേട്ടോ മുത്തശ്ശിക്ക് ഭൂമിയോട് വെറുപ്പ് തോന്നുന്നത്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഭവാനിയാണെങ്കിൽ എന്തെല്ലാം ശ്രമിക്കുന്നുണ്ടെങ്കിലും ഭൂമി അതിൽ നിന്നൊക്കെ വഴുതി മാറുകയാണ് കേട്ടോ. ഭൂമി ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ ഉപ്പ് ചേർക്കുക, അങ്ങനെ ഭൂമിയെ ഓരോ തരത്തിലും ദ്രോഹിക്കാൻ വേണ്ടിയിട്ടിരിക്കാൻ കേട്ടോ ഭവാനി. അങ്ങനെ മുത്തശ്ശിയുടെ കൂട്ടുപിടിക്കുന്നുണ്ട് കേട്ടോ ഭവാനി. കാരണം മുത്തശ്ശിയുടെ മനസ്സിൽ ഒരു വെറുപ്പ് സൃഷ്ടിച്ചത് കൊണ്ട് തന്നെ മുത്തശ്ശിക്ക് ഭൂമിക്ക് എന്ത് സംഭവിച്ചാലും ഒരു കുസലില്ലാതിരിക്കുകയാണേ. അതേ സമയത്തായിരിക്കും നമ്മുടെ ഭൂമിക്ക് ഒരു പട്ടുസാരി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് അജയ് വാങ്ങിച്ച് നൽകുന്ന പട്ടുസാരി ആയിരിക്കും കേട്ടോ. ആ ഒരു സാരി ഭൂമിക്ക് അജയ് സമ്മാനമായിട്ട് നൽകുന്നത് കണ്ട് നമ്മുടെ അഞ്ജനയ്ക്കും ഭവാനിക്കും ഒട്ടും തന്നെ പിടിക്കണില്ല കേട്ടോ. അങ്ങനെ ആകെ ദേഷ്യത്തിൽ നിൽക്കുമായിരിക്കും കേട്ടോ. അങ്ങനെ ആ സാരി എടുത്ത് വേണം നാളെ രാവിലെ എല്ലാവരും കൂടെ തറവാട്ടമ്പലത്തിൽ പോകുമ്പോൾ ഭൂമിയും ആ സാരി എടുത്തിട്ട് വേണം വരേണ്ടതെന്ന് നമ്മുടെ അജയുടെ അമ്മ പറയാൻ കേട്ടോ. അങ്ങനെ വളരെ വില കൂടിയ ഒരു സാരി ആയിരിക്കും. ആ സാരി കണ്ടിട്ട് അഞ്ജനയ്ക്ക് കണ്ണ് മഞ്ഞളിക്കാൻ കേട്ടോ. അഞ്ജന എന്നിട്ട് നമ്മുടെ ഭവാനിയോട് പറയുന്നുണ്ട്, അമ്മ എന്ത് രസം ആ സാരി എന്ന് കണ്ടോ, അവന് ഇത്രയും സെലക്ഷൻ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. അമ്മ തന്നെ കണ്ടോ, ഇത്രയും നാളായിട്ട് ഞാനിവിടെ നിന്നിട്ട് എനിക്ക് അവൻ ഒരു മുട്ടായി മേടിച്ച് തന്നിട്ടുണ്ടോ, അവൾക്ക് സാരി മേടിച്ച് കൊടുത്തത് കണ്ടില്ല അമ്മേ. അതും എടുത്തിട്ട് വേണം നാളെ അമ്പലത്തിലേക്ക് വരാൻ. അതും എടുത്ത് ഒരുങ്ങിക്കെട്ടി എല്ലാവരുടെയും കൂടെ അവൾ വരും എന്നൊക്കെ പറയുമ്പോൾ
നമ്മുടെ ഭവാനി പറയുന്നുണ്ട്, ഇല്ല മോളെ, അതെടുത്ത് നാളെ അവൾ ഇറങ്ങില്ല, ഈ വീട്ടിൽ നിന്ന് അവൾ വരില്ല എന്നൊക്കെ പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ആ സാരി അങ്ങ് കത്തിച്ച് കളയണം അമ്മേ എന്ന് അഞ്ജന പറയുമ്പോൾ അത് തന്നെയാണ് അമ്മ ചെയ്യാൻ പോകുന്നതെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ രാവിലെ എല്ലാവരും കുളിച്ച് റെഡിയാവുന്ന തിരക്കിലായിരിക്കും കേട്ടോ. അമ്പലത്തിൽ പോയി വഴിപാടുകളും കാര്യങ്ങളും ഒക്കെ നടത്താനുണ്ട്, അതിൻ്റെതായ ധൃതിയിലായിരിക്കും കേട്ടോ എല്ലാവരും. അങ്ങനെ നമ്മുടെ അജയ് ആണെങ്കിൽ കുളിച്ച് റെഡിയായിട്ട് പെട്ടെന്ന് ഓഫീസിൽ നിന്ന് ഒരു അർജൻറ്റ് കോൾ വരികയാണ് കേട്ടോ. അങ്ങനെ ആ ഒരു കോൾ അറ്റൻഡ് ചെയ്ത് മുറ്റത്തേക്ക് പോകുകയാണേ. ഇതേ സമയത്ത് സാരിയും അതുപോലെ തന്നെ അന്ന് 2 ഓർണമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ തന്നെ എന്താ കട്ടിലെടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ ഭൂമി. അങ്ങനെ ഭൂമി എന്നിട്ട് കുളിക്കാൻ പോയിരിക്കുകയാണേ. അങ്ങനെ ഭൂമി കുളിക്കുകയാണെന്ന് മനസ്സിലാക്കിയ ഭവാനി അഞ്ജനയും കൂടെ റൂമിലേക്ക് വരികയാണ് കേട്ടോ. അങ്ങനെ ആ സാരി എടുത്തിട്ട് സാരിയിൽ തീ കൊളുത്തിയിട്ട് അങ്ങനെ റൂമിലിട്ടിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് പോകുകയാണ് കേട്ടോ. ഈ സമയത്ത് പെട്ടെന്ന് അജയിനെ വിളിക്കാൻ വേണ്ടി മുത്തശ്ശി റൂമിലേക്ക് വരുമ്പോഴായിരിക്കും മുത്തശ്ശി ഈ കാഴ്ച കാണുന്നത്. റൂമിൽ നിലത്ത് കിടന്ന് സാരി കത്തുന്ന കാണുകയാണ് കേട്ടോ. പെട്ടെന്ന് മുത്തശ്ശി നിലവിളിക്കുമ്പോൾ ഓടി വരികയാണ് കേട്ടോ അജയും. അങ്ങനെ അജയും മുത്തശ്ശിയും കൂടെ കണ്ട് ആകെ ഞെട്ടിത്തരിച്ച് അമ്പലന്ന് നിൽക്കുകയാണേ. എന്നിട്ട് അജയ് ഓടി ചെന്ന് ആ തീയെല്ലാം കെടുത്തിയിട്ട് ആ ഒരു സാരി എടുക്കുന്നുണ്ട് കേട്ടോ. ആ സാരി എടുത്ത് നോക്കുമ്പോൾ മൊത്തം തന്നെ കത്തി നശിച്ചു പോയിട്ടുണ്ടായിരിക്കും കേട്ടോ. അതിൻ്റെ പകുതി ഭാഗവും കത്തിപ്പോയിട്ടുണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ അജയ്ക്ക് ആകെ സങ്കടമാകുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ഇതെന്താ മോനെ സംഭവിച്ചത്, ഇതെന്ത് പറ്റിയത്, ഈ സാരി മൊത്തം നശിച്ചു പോയല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ അങ്ങനെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ഇതെന്ത് പറ്റിയതാ മോനെ എന്ന് ചോദിക്കുമ്പോൾ അജയ് പറയണ, ഞാൻ ഇപ്പോൾ ഇവിടുന്ന് മാറിയതേ ഉള്ളൂ, അതൊരു കുഴപ്പമില്ല, അവൾ സാരി എടുത്തിങ്ങോട്ടേക്ക് ഇടണത് കണ്ടു എന്നൊക്കെ പറയാൻ കേട്ടോ. സാരി എടുത്തിട്ട് കൂടുതൽ എന്ത് സംഭവിച്ചെന്ന് ആർക്കറിയാം, നമ്മൾ തറവാട്ടമ്പലത്തിലേക്ക് പോകുക, എല്ലാം അനിഷ്ടങ്ങളാണ് സംഭവിക്കുന്നത്, ഈശ്വരൻ്റെ എന്തെങ്കിലും ഒരു കോപമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി പോകുമ്പോൾ അജയ് പറഞ്ഞിട്ട്, പിന്നെ കോപം, മുത്തശ്ശി എന്തായി പറയുന്നത്, അതെന്തോ സംഭവിച്ചു, ഇവിടെ ആരും ഇത് കത്തിക്കാതെ ഇവിടെ എന്തായാലും ഇങ്ങനെ സാരി കത്തിപ്പോകില്ല, അതിന് വേണ്ട ഒരു സാമഗ്രികളും ഇവിടില്ല, ഇത്രയും നേരം ഒരു കുഴപ്പവും ഇല്ലാതിരുന്നിട്ട് പെട്ടെന്നൊരു കട്ടിലിൽ കിടന്ന സാരി എങ്ങനെ നിലത്ത് വന്നത് കത്തിപ്പോയി, അതിന് പിന്നിൽ ആരും ഉണ്ട് എന്നിങ്ങനെ അജയ് പറയുമ്പോൾ ഭവാനി പറഞ്ഞിട്ട്, ആരുണ്ടെന്നായി പറയുന്നത്, ഈ വീട്ടിലുള്ളവരല്ലാതെ ഇവിടേക്ക് ആരും വന്നിട്ടില്ല, നിന്റെ ഭാര്യയുടെ ഗുണം കൊണ്ട് അത് കത്തിപ്പോയതായിരിക്കും, അല്ലാതെ ഞങ്ങളാരും ഈ വഴിക്ക് വന്നിട്ടില്ല, അവളുടെ സാരി കത്തിക്കേണ്ട ഗതികേടൊന്നും ഞങ്ങൾക്കാർക്കും ഇല്ല, അവളെക്കാളും കൂടുതൽ സാരികളും കൂടുതൽ ആഭരണങ്ങളും ഒക്കെ ഉള്ളവരാണ് ഞങ്ങളെല്ലാവരും എന്നൊക്കെ പറയാൻ കേട്ടോ. ഉടനെ നമ്മുടെ അജയുടെ അമ്മ പറഞ്ഞിട്ട്, എന്നാൽ ഇതെന്ത് സംഭവിച്ചതോ മോനെ, നീ ആഗ്രഹത്തോടു കൂടി മേടിച്ചു കൊണ്ട് വന്നതല്ലേ. അപ്പോൾ അജയ് പറഞ്ഞിട്ട്, അതിലൊന്നും വലിയ കാര്യമില്ല, പക്ഷേ ഇതെങ്ങനെ കത്തിപ്പോയി അതാണ് അറിയേണ്ടത് എന്ന് പറയുമ്പോൾ ഭൂമി അവിടേക്ക് പറഞ്ഞിട്ട് ഭൂമി ഇത് കണ്ട് ആകെ സങ്കടപ്പെടുകയാണ്. ആ സാരി മേടിച്ചിട്ട്, എന്താ പറ്റി, ഇതെന്താ കത്തിപ്പോയത് എന്നൊക്കെ പറയുമ്പോൾ ഭവാനി പറയുന്നുണ്ട്, ഇപ്പോൾ കുറ്റം മുഴുവൻ ബാക്കിയുള്ളവർക്കായോ, നീ തന്നെ കത്തിച്ചിട്ടിട്ട് പോയതായിരിക്കും എന്ന് പറയുമ്പോൾ, ഞാൻ കത്തിച്ചിട്ടിട്ട് പോയെന്നോ, ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, സാരിയും ഓർണമെൻറ്റ്സ് എല്ലാം കൂടെ ഞാൻ കട്ടിലിന് മേലിൽ വെച്ചിട്ട് പോയതാണല്ലോ. അപ്പോൾ അജയ് പറഞ്ഞിട്ട്, അത് തന്നെയാണ് ഭൂമി ഞാനും പറയുന്നത്, നീ കട്ടിലിൻ്റെ മുകളിൽ വെച്ചിട്ട് പോയ എല്ലാ സാധനങ്ങളും സാരി വെച്ച് ബാക്കി എല്ലാ സാധനങ്ങളും അവിടെ തന്നെ ഉണ്ട്, പിന്നെ അങ്ങനെ സാരി മാത്രം ഇവിടെ കത്തിക്കരിഞ്ഞ് നിലത്ത് വീണു, അപ്പോൾ ഇത് മനഃപൂർവ്വം ആരോ കത്തിച്ചതല്ലേ എന്നിങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ അജയ് അഞ്ജനയെ നോക്കുമ്പോൾ അഞ്ജന പറഞ്ഞത്, നീ എന്തിനാ എന്നെ നോക്കുന്നത്, എനിക്ക് നിൻ്റെ ഭാര്യയുടെ സാരിയൊന്നും കത്തിക്കേണ്ട ഗതികേടൊന്നും ഇല്ല കേട്ടോ, അതെന്തേലും സംഭവിച്ചതോ, അല്ലാതെ എന്നെ നീ ഒന്നും സംശയിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടുകൂടി അഞ്ജന അങ്ങനെ പോകുകയാണ് കേട്ടോ. അത് കാണുമ്പോൾ മുത്തശ്ശിയും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അതിൻ്റെ മുത്തശ്ശി പറഞ്ഞത്, എന്തൊക്കെ അനിഷ്ട സംഭവങ്ങളാണ് ഇവിടെ നടക്കുന്നത്, എന്തായാലും ഒരു വിവാഹത്തോടു കൂടി കുടുംബം തന്നെ ചന്നം ഭിന്നമായി പോകുമെന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങനെ തിരിഞ്ഞു നടക്കുകയാണ് കേട്ടോ. അത് കണ്ട് ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ ഭൂമി. ആ സമയത്ത് അജയുടെ അമ്മ വന്നിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്, മോള് വിഷമിക്കാതെ സങ്കടപ്പെടാതെ, സാരയില്ല, മോള് വേറെ ഏതെങ്കിലും ഒരു സാരി എടുത്തു കൊടുത്തിട്ട് പെട്ടെന്ന് റെഡിയായിട്ട് താമസിക്കണ്ട എന്ന് പറഞ്ഞിട്ട് പറയാൻ കേട്ടോ. അങ്ങനെ അജയോടും പറഞ്ഞിട്ട്, നീ വിഷമിക്കാതെ അജയ് എന്ന് പറയുമ്പോൾ, വിഷമമൊന്നും ഇല്ലാമേ, പക്ഷേ ഇതെങ്ങനെ സംഭവിച്ചു, അതൊക്കെ പിന്നെ നോക്കാം, നിങ്ങളിപ്പോൾ റെഡിയായിട്ട് വന്നേ, അമ്പലത്തിലേക്ക് പോകാനുള്ള സമയം വൈകിട്ടോ, പിന്നെ അമ്മയ്ക്ക് ദേഷ്യം വരും, വേഗം റെഡിയാക്കി എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ അജയ് പറയുന്നുണ്ട്, താൻ വിഷമിക്കാതോടോ, ഒരു സാരിയിൽ 10 സാരി ഞാൻ തനിക്ക് വാങ്ങിച്ചു തരുമെന്ന് പറയുമ്പോൾ, എന്നാലും ആദ്യമായിട്ട് സാർ എനിക്ക് വാങ്ങിച്ചു തന്ന സാരിയല്ലേ, അതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു, ഇതെടുത്ത് ഞാൻ അമ്പലത്തിലേക്ക് പോകുന്നതൊക്കെ സ്വപ്നം കണ്ട ഇന്നലെ കിടന്നുറങ്ങിയത്, എന്നാലും ഇതെങ്ങനെ സംഭവിച്ചത് എന്ന് പറയുമ്പോൾ അജയ് പറയുന്നുണ്ട്, കള്ളം കപ്പലിൽ തന്നെയാണ്, ഇത് മനഃപൂർവ്വം ആരോ കത്തിച്ചിട്ടതാ, അതാരാന്ന് എനിക്കറിയാം, അത് തെളിവോടുകൂടി നമുക്ക് പിടിക്കാം, അതൊന്നും കാര്യമാക്കണ്ട എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. ഇപ്പം ഞാൻ വാങ്ങിച്ചു തന്ന സാരി തന്നെ കൊടുക്കണമെന്നത് ഇപ്പം നിർബന്ധം, നിനക്ക് വേറെ സാരികളും ഡ്രസ്സുകളൊക്കെ ഇല്ലേ, അതേതെങ്കിലും എടുത്തിട്ട് വേഗം റെഡിയായി വരാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് പോകാൻ കേട്ടോ. അപ്പോഴും ഭൂമിക്ക് സങ്കടം സഹിക്കാൻ കേട്ടോ. ഭൂമിക്കാണെങ്കിൽ അജയനെ ഒരുപാട് ഇഷ്ടമായിരിക്കും കേട്ടോ, പക്ഷെ അജയ് അങ്ങോട്ട് അടുക്കണില്ലേ. പക്ഷെ ഭൂമിക്കാണെങ്കിൽ അജയനെ ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ അജയ് വാങ്ങിച്ചു തന്ന ആ ഒരു സാരി ഭൂമി നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ.
ഇങ്ങനെ ഭൂമി അതിനെ ഒരുപാട് സ്നേഹിക്കുന്നതും ആ സാരി ഇങ്ങനെ കണ്ണാടിയിൽ വെച്ചൊക്കെ നോക്കുന്നതൊക്കെ തലേന്ന് രാത്രിയിൽ നമ്മുടെ അഞ്ജന ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കണ്ടിട്ടായിരിക്കും അഞ്ജനയ്ക്കും വാശിയും കലിയും ഒക്കെ കയറുന്നത്. അങ്ങനെ ഏതായാലും അവസാനം അജയ് കണ്ടുപിടിക്കുന്നുണ്ട് കേട്ടോ ഈ സാരി കത്തിച്ചത് നമ്മുടെ അഞ്ജനയും അതുപോലെ തന്നെ ഭവാനിയുമാണെന്നൊക്കെ.